ഹലോ ഫ്രണ്ട്സ്, ഈ വർഷം ഇതുവരെ തിയേറ്ററിലേക്ക് എത്തിയ സിനിമകൾ നോക്കുകയാണെങ്കിൽ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് കിട്ടിയ മലയാള സിനിമകളെന്ന് പറയുന്നത് ആകെ 3 മാത്രമാണ്. ആസിഫ് അലി, അനശ്വര രാജനൊക്കെ പ്രധാന വേഷത്തിലെത്തിയ രേഖാചിത്രം 10 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ വന്നിട്ട് 57 കോടി 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിരുന്നു. അതുപോലെ ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തിയ പൊന്മാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റ് 3 കോടിക്കും 5 കോടിക്കും ഇടയിലാണ്. 17 കോടി 40 ലക്ഷം രൂപയാണ് ചിത്രം വേൾഡ് വൈഡായിട്ട് സ്വന്തമാക്കിയത്. കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ഹിറ്റായ 3ാമത്തെ മലയാള ചിത്രം. 12 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം കേരളത്തിൽ നിന്ന് 25 കോടിയും വേൾഡ് വൈഡായിട്ട് 46 കോടി രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അന്യഭാഷാ സിനിമകൾ നോക്കുകയാണെങ്കിൽ പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ഡ്രാഗൺ എന്ന തമിഴ് ചിത്രവും കേരളത്തിൽ നിന്ന് 3 കോടി രൂപ നേടി പ്രോഫിറ്റബിളായി മാറിയിട്ടുണ്ട്. റീ റിലീസ് ചെയ്ത ഇന്റർസ്റ്റെല്ലർ എന്ന ചിത്രവും 2 കോടി 95 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കി ലാഭമായി മാറിയിരുന്നു. ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റഡ് മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം എമ്പുരാൻ എന്നായിരിക്കും. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന മാസ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ. മാർച്ച് 27 തീയതി തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് റിലീസ് അടുക്കാറായപ്പോൾ പ്രൊമോഷനൊന്നും തന്നെ കാണുന്നില്ല. ഫെബ്രുവരി മാസം ടീസറും ക്യാരക്ടർ പോസ്റ്റേഴ്സും ഒക്കെ കൊണ്ട് ഓരോ ദിവസവും എമ്പുരാൻ സോഷ്യൽ മീഡിയയിൽ ലൈവായി നിന്നിരുന്നു. റിലീസിന് ഇനി 16 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നാൽ സിനിമയുടെ ട്രെയിലർ സെൻസറിങ് കഴിഞ്ഞു എന്നതാണ്. മാർച്ച് 17 ട്രെയിലർ പുറത്തു വരിക. 3 മിനിറ്റ് 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ട്രെയിലർ സോഷ്യൽ മീഡിയ ഒന്ന് കത്തിക്കുമെന്നതിൽ സംശയമില്ല. അതുപോലെ പ്രമോഷൻ പരിപാടികളൊക്കെ മാർച്ച് 12 മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എമ്പുരാൻ സിനിമയ്ക്കായി കാത്തിരിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. 3 സിനിമകളുടെ OTT അപ്ഡേറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ മാർച്ച് 14 തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് OTT റിലീസ് ചെയ്യുക. വിനീത് ശ്രീനിവാസൻ്റെ ഒരു ജാതി ജാതകം എന്ന ചിത്രം മനോരമ മാക്സിലൂടെ മാർച്ച് 14 റിലീസ് ചെയ്യുന്നുണ്ട്. മമ്മൂക്കയും അഖിലക്കിനേനിയും പ്രധാന വേഷത്തിലെത്തിയ ഏജന്റ് എന്ന പാൻ ഇന്ത്യൻ സിനിമയും മാർച്ച് 14 തീയതി സോണി ലിവിലൂടെ റിലീസാകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മൂവി അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.